നമസ്കാരം. വയനാട് ദുരന്തമുഖത്ത് കേന്ദ്ര സഹായം എല്ലാ രീതിയിലും എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദുരന്ത ഭൂമിയിലുള്ളവരുടെ ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ ദ്രുതഗതിയിലാക്കാൻ അല്ലെങ്കിൽ വേഗത്തിലാക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നു. അതായത് ദുരന്ത ബാധിതർക്ക് സംരക്ഷണം ഏകിക്കൊണ്ട് കേന്ദ്രം അവരുടെ ഇടപെടൽ ശക്തമായി തന്നെ നടത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ദുരന്ത ബാധിതർക്ക് വേണ്ട കാര്യങ്ങൾ, ആവശ്യങ്ങൾ നിറവേറ്റാൻ, നടത്തിക്കൊടുക്കാൻ ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പണം നൽകണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അടക്കമുള്ള കമ്പനികൾക്കാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെ പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ ഈ കമ്പനികളൊക്കെ തന്നെയും അവരുടെ നടപടികളും ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പുതിയതായി കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസുകൾ ക്ലെയിം ചെയ്ത് ആവശ്യത്തിനുള്ള പണം കയ്യിലെത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്, അതിനുള്ള നടപടികളൊക്കെയും ഇപ്പോൾ കേന്ദ്രം എടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അടക്കം വലിയ പിന്തുണയും ഇടപെടലും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ ഡോക്യുമെന്റേഷനിൽ സമഗ്രമായ ഇളവാണ് കമ്പനികൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. എത്രയും വേഗത്തിൽ പോളിസി ഉടമകളെ ബന്ധപ്പെടാനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ക്ലെയിമുകൾ തീർപ്പാക്കി വേഗത്തിൽ തന്നെ പണം നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ ഇപ്പോൾ 364 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ. 200-ലേറെ പേർ ഇനിയും കണ്ടെത്താനുണ്ട്. അവരൊക്കെയും കാണാമറയത്താണ്. ആശുപത്രികളിൽ ചികിത്സ തേടിയ 518 പേരിൽ 209 പേർ ആശുപത്രി വിട്ടു എന്നാണ് ഒരു ആശ്വാസകരമായ വാർത്ത. എന്നാൽ 219 പേർ ഇതുവരെ മരിച്ചെന്നാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 98 പേർ പുരുഷന്മാരും 90 പേർ സ്ത്രീകളുമാണ്, 31 കുട്ടികളുമാണ് ഉള്ളത്. അതേസമയം വയനാട്ടിലെ ദുരിതബാധിത മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ എത്തിയിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ അദ്ദേഹം രാവിലെ സന്ദർശിച്ചു. സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്തമുഖത്തെത്തിയതിന് പിന്നാലെ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായൊക്കെ അദ്ദേഹം സംസാരിച്ചു. രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിച്ചു നൽകി. അത് മാത്രമല്ല, ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ടെന്നും പരിശോധിക്കുമെന്നുമൊക്കെ സുരേഷ് ഗോപി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഗവർണർമാരുടെ യോഗത്തിൽ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനും ഈ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ വയനാട്ടിൽ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ദുരന്തബാധിതർക്ക് ഇപ്പോൾ അവരുടെ ഇൻഷുറൻസുകൾ ക്ലെയിം ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പണം നൽകാനും അവരുടെ കൈകളിലേക്ക് ഒരു ആശ്വാസമായി പണം എത്തിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. നിർമ്മലാ സീതാരാമന്റെ അടക്കം വലിയ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് എടുത്തു പറയേണ്ടുള്ള കാര്യമാണ്. ബഡ്ജറ്റിന് ശേഷം ഒരുപാട് വിമർശനങ്ങളൊക്കെ കേരളം ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വലിയൊരു ദുരന്ത മുഖത്ത് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് കേരളത്തിനെ കൈയൊഴിയാതെ തന്നെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും അവരുടെ കരങ്ങൾ സ്പർശിക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.